എന്നറിയാതെ എന്നിഴലാതെ എന്നും നീ കൂടെ എന്നാത്മാക്കൾ ചേർന്നലിയും കാറ്റിന്റെ ശ്വാസം എന്നുയിരും പ്രേമത്തിൽ ഹാസ്യം നാം തമ്മിലറിയും നിമിഷം പകലായി നിന്നെ കാത്തു നിൽപ്പും എന്നെ വരറിയാതെ എന്നിടാതെ എന്നും നീ കൂടെ. ഇതാണല്ലേ ഒരു പറഞ്ഞ സ്ഥലം? ആരും കാണാനില്ലല്ലോ. അടച്ചിട്ടേക്കാണോ? പൂട്ടിപ്പോയോ ദൈവമേനി. ആ ഇതാര്? ആരാ കുട്ടിയെ? താ ആരാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്താ വേണ്ടേ? അത് പിന്നെ മുത്തശ്ശിയെ, ഞാൻ കുറച്ച് ദൂരം നിന്ന് കേട്ടോ വരുന്നത്. ഈ വീട്ടിലെ ആൾക്കാരെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവിടെ ആരും ഇല്ല. മുത്തശ്ശി ഇവിടെ ഉള്ളതാണോ? ഓ, കണ്ണൊന്നും കാണാൻ വയ്യ കുഞ്ഞ്, അതുകൊണ്ടാട്ടോ. ദൂരെ നിന്നാണോ വരുന്നത്? കുഞ്ഞ് ഇവിടെ കയറി ഇരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഞാൻ കുറച്ച് ദൂരം നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു വാദ്യര് നാരായണൻ, അയാളുടെ വീട് ഇത് തന്നെയല്ലേ? അയാളുടെ വീട് അന്വേഷിച്ചാട്ടോ വന്നേ. ഇത് തന്നെയല്ലേ അയാളുടെ? വാദ്യാരുടെ വീട് ഇത് തന്നെയാ. പക്ഷേ ഇവിടെ ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ വീട് ജപ്തിയായി. ഇവിടെ ഇപ്പം ആരും ഇല്ല. അവരെല്ലാവരും പോയി കേട്ടോ. പോയോ? ദൈവമേ, എങ്ങോട്ട് പോയതാ? ജപ്തിയായി? എവിടെ പോയതാ? അവർ പോയ സ്ഥലം എന്തെങ്കിലും ഒന്നറിയോ? ഇവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും ഒന്നറിയോ? എനിക്കൊന്നും അറിയില്ല കുഞ്ഞെ. വാദ്യാര് മരിച്ചിട്ട് കുറച്ച് നാളായി. അവർക്കൊരു ദത്തുമോനുണ്ട്, അവരുടെ അമ്മയുണ്ട്. ഞങ്ങൾക്കറിയാം. അവരെ കൂട്ടുകാരെയും പിള്ളേരെയും കൂടെ കൊണ്ട് അങ്ങ് ദൂരെ പട്ടണത്തിൽ പോയി. ചെറുക്കന് ജോലി കിട്ടി. 3 മാസം മുന്നേ ഇത് ജപ്തിയായി. അങ്ങനെ അവർ പോയി. കൂട്ടൊരു 2-3 മാസമായി. ദൈവമേ, പോയോ? അമ്മമ്മ, അവരുടെ ആരെങ്കിലും ഫോട്ടോയോ ആ പയ്യൻ്റെയോ ആ വീട്ടുകാരുടെ എന്തെങ്കിലും ഉണ്ടോ അമ്മമ്മ? എനിക്ക് വളരെ അത്യാവശ്യമായിട്ടാണ് ഞാൻ വന്നേ. എന്തെങ്കിലും ഉണ്ടോ? അവരെ പടങ്ങളൊന്നും ഞങ്ങളില്ല കുഞ്ഞ്. ആ കുന്ത്രാണ്ടൊന്നും എൻ്റെ കയ്യിലില്ല കുഞ്ഞ്. വലിയ അത്യാവശ്യമായിരുന്നു. ഞങ്ങളുടെ ഇല്ല. അവിടെ പോയിട്ട് 2-3 മാസമായി. ഇല്ല. ആണോ? ശരി അമ്മമ്മ. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. ഞാൻ അമ്മമ്മയുടെ എൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ കവലയിൽ കൊടുത്തേക്കാം, അയാളുടെ കൊടുത്തേക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കണേ. നില്ല മോനെ നില്ല. അവൻ്റെ പടം, ചെക്കൻ്റെ പടം എൻ്റെ ചെറുമോളയുണ്ട്. ഞാൻ അവളെ ഇന്ന് മോനെ വാങ്ങിച്ചു തരാം. ഉണ്ടോ ഫോട്ടോ? എൻ്റെ പൊന്നമ്മ, അത്യാവശ്യം ഒരൊറ്റ വട്ടം കാണിച്ചാൽ മതി. ഞാൻ വിളിക്കാം അവളെ, ഞാൻ വിളിക്കാം. അങ്കി മോളെ ഇങ്ങ് വന്നേ. നീ കിങ്കൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ. വാ ഇങ്ങോട്ട്. എന്താ മുത്തശ്ശി? ഇതാരാ മുത്തശ്ശി? ഏട്ടൻ്റെ വല്ല കൂട്ടുകാരല്ല ആണോ? ഏട്ടൻ്റെ കൂട്ടുകാരല്ല. ഇത് നമ്മുടെ വാദ്യരെ പിള്ളേരെ അന്വേഷിച്ച് വന്നതാ. നീ നമ്മുടെ ചെക്കൻ്റെ ഫോട്ടോയോ അവിടെ ഫോട്ടോയോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. പട്ടണത്തിൽ നിന്ന് വന്ന കുട്ടിയാ. എന്തോ അത്യാവശ്യത്തിനാ, ഒന്ന് കാണിച്ചു കൊടുക്ക്. എടാ പ്ലീസ്, ഒരു അത്യാവശ്യ കാര്യത്തിനാണ്, വേറെ ഒന്നിനുമില്ല. താൻ ആ ആളുടെ ഫോട്ടോ കാണിച്ചത്, ആളുടെ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് ആ ആളുടെ ഫോട്ടോ മാത്രം. അതെന്താ ഞാൻ ഇപ്പം കാണിച്ചു തരാം സാർ. ഒരൊറ്റ മിനിറ്റ്. താങ്ക് യു സോ മച്ച് കേട്ടോ. സോ അർജൻറ്റായിപ്പോയി, അതുകൊണ്ട് മാത്രമാണ്. ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. അവിടെ ഒന്ന് കാണിച്ചാൽ മതി. പിന്നെന്താ, അത് കുഴപ്പമില്ല. ഇന്ത്യയിലുണ്ട്, പക്ഷേ എൻ്റെ ഫോട്ടോ കുറച്ച് പഴയതാണ്. 1-2 ഫോട്ടോ എടുത്താൽ മാത്രമേ ഫോട്ടോ ഇന്ത്യയിലുള്ളൂ. ഞങ്ങൾ BG പോയപ്പോൾ എടുത്തതാ. ഇതാണ് ചേട്ടൻ. ഇവൻ തന്നെയാണോ വാദ്യാര് നാരായണൻ്റെ മോൻ? ഉറപ്പാണോ? കുട്ടിക്ക് തെറ്റിയൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഇത് തന്നെ ചേട്ടൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരിവിടെ ഇല്ല, അവർ പോയി. പ്രശ്നമൊന്നുമില്ല. താങ്ക് യു. അന്വേഷണം കുറച്ച് നാളായി. താങ്ക് യു സോ മച്ച്.
ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇനി എൻ്റെ കൊച്ചിന് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണല്ലോ എൻ്റെ ഭഗവതിയെ. എടാ, നീക്ക് മുന്നും കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന മുമ്പ് വേഗം ചെന്ന് അവനെ വിളിച്ചിട്ട് വാ. ചെല്ല്, നീ പോവാൻ നോക്ക്. ഇതിനെ ചെന്ന് പോയി ചെറുക്കനെ വിളിച്ചിട്ടാ അവരോട് ചൂടോടെ അറിയിക്കണ്ടേ അല്ലേ? എൻ്റെ പൊന്നമ്മച്ചി, അവൻ വരും. അവിടെ ജോലിക്ക് നിൽക്കുകയല്ലേ, ആ ഉച്ച കഴിഞ്ഞിട്ട് വരും. അപ്പം അറിയിച്ചാൽ പോരെ? ഇപ്പം അങ്ങോട്ട് പോകണം എന്തായിരുന്നാണ്? അല്ലല്ല, എൻ്റെ കൊച്ചറിയണം കഷ്ടം. അവൻ കഷ്ടപ്പെടാന്നത്രയും കഷ്ടപ്പെട്ട്. നീ പോയി വിളിച്ചിട്ടാ. ഇന്നിന് ജോലിയൊക്കെ മതി. അവര് ആ ചെറുക്കൻ പറഞ്ഞ കേൾക്കുക ചെയ്യും. നീ വിളിച്ചിട്ട് ചെല്ല്. ആ എനിക്ക് ഞാൻ ബംഗ്ലാവ് വരെ പോകാനൊന്നും വയ്യോ. നടക്കാനും ഉണ്ട്. അവിടെ നിന്ന് ചൂട് നടക്കുമ്പോൾ തന്നെ എൻ്റെ കാല് കഴിക്കും. ആ വന്നല്ല അർജു. എടാ അജു, നീ പോയിട്ടാ ബംഗ്ലാവൂര്? ബംഗ്ലാവൂര് എന്തറിന്? ഞാനിപ്പോ വന്നേ അറിയുള്ളൂ. എനിക്കൊക്കെ പോയാ പോയിട്ട് വാടാ അങ്ങോട്ട്. അവന്റെ തറതല പറഞ്ഞ ആടിച്ചിനെ തല പിടിച്ചളയും. പോയി വിളിച്ചണ്ടാ വന്നേക്കും അവൻ. എന്തുവാ, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേലും ഞാൻ ചെന്ന് വിളിച്ച അവരിപ്പോ അവനെ ഇറക്കി വിടും. എനിക്ക് അറിഞ്ഞ പോലും കൂടാതെ. ശരി, ചാവട്ടല്ല. ഹലോ ജർച്ചായോ? ആഹാ, ഇതായി ഐശുവിൻ്റെ വാല. എവിടെ? ഒന്നുകൂടെ ഉണ്ടല്ലോ, കണ്ടില്ലല്ലേ? എന്തോടാ ഇങ്ങോട്ടൊക്കെ കയറി വന്നേ? അല്ല വരാത്തല്ല. അത് പിന്നെ കുറച്ച് ബിസിയൊക്കെ ആയി പോയി. ഐഷു എവിടെ ഏട്ടാ? ഐഷുനെ കാണേണ്ട അത്യാവശ്യം ആരും ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി കയ്യാറായല്ലോ, ഒന്ന് കാണണമായിരുന്നു. ഐഷു അവൻ മുകളിലുണ്ട്, മുകളിൽ ആ ക്ലീനൊക്കെ ആക്കുക. ഇപ്പം ഇങ്ങോട്ട് വരും. എന്താ അത്ര സന്തോഷമുള്ള കാര്യം? എന്താടാ, നിനക്കൊക്കെ ആരെങ്കിലും ലോട്ടറി അടിച്ച? അതോ ആ പൊട്ടം വല്ല ചെയ്തോ? ലോട്ടറി ഒന്നും അടിച്ചില്ല. ഞങ്ങൾക്ക് 3 പേർക്കും ഒരു കമ്പനി ജോലി കിട്ടി. ഇവിടെ അടുത്ത് തന്നെയാ. അപ്പോൾ അതിൻ്റെ സന്തോഷം. അങ്ങനെ അമ്മച്ചി പറഞ്ഞ് അവനൊന്ന് കണ്ട് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അവൻ ഇന്ന് വരത്തില്ല വീട്ടിലേക്ക്. നേരെ ബാക്കിയുള്ള പാർട്ട് ടൈം ജോയിൻ പോവും. അതുകൊണ്ട് ഐശ്വര്യ ജോലി കിട്ടിയാ? ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. എന്തായാലും ചിലവ് വേണം കേട്ടോ. 3 എണ്ണത്തിനും കിട്ടിയ 3 പേർക്കും 3 നേരം ചിലവെന്നേ വെച്ചോളൂ എനിക്ക്. എന്തായാലും നീ ചെന്ന് സന്തോഷത്തോടെ ആ വാർത്ത പറയാൻ അവൻ മേലുണ്ട്, സെക്കൻഡ് റൂമിലാണ്. ചെന്നോ. ശരി ചായ, ഞാൻ വെക്കോളാം. ഇത്രയും വലിയ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് ആര് കയറി ഇറങ്ങുന്നു? ഇതില് 2 റൂമില് ഏത് റൂമാണ് അവർ പറഞ്ഞ്? എനിക്ക് എന്താ? ആരാ? എന്താ? എന്ത്? മാറി നിങ്ങളുടെ പട്ടി. ചൂട് നമുക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? ഉണ്ടാകുന്നില്ലെങ്കിൽ ബാക്കിയോടെ ഞാൻ കടിക്കും. നീ എന്താണ് നാറി ഇങ്ങോട്ട് തന്നെ പിടിച്ചോണ്ട് വന്നേ? ആരെങ്കിലും കണ്ടോ നീ ഇവിടെ കയറി വരുന്നേ? നിനക്ക് എന്താടാ വേണ്ടത്? നിന്റെ അടുത്താ ചെയ്യണോ അജു? നീ ഒന്ന് വാ അടച്ച് വെക്കി. നീ എന്താടാ സംസാരിച്ചത്? നിനക്ക് എന്ത് ഭയങ്കര നീ എന്നെ തിരക്കാൻ ഞാൻ അല്ലാതെ ഇവിടെ നിനക്കെന്ത്? നീ എന്തിനാണ് അപ്പം വന്നേ? അത് പറഞ്ഞില്ലല്ലോ. എന്താ വന്നേ? പതക്കാരറിഞ്ഞേ. സോറി. ശരി, നീ എന്തിനാ വന്നേന്ന് പറ. എടാ, ഞാൻ ഐശുവിനെ കാണാൻ വന്നതാ. ഐശ്വര്യ കാണാൻ നീ എന്തല്ലോ പറഞ്ഞ? എടാ, ഐശ്വര്യ നല്ല പറഞ്ഞ നീ. എന്റെ പൊന്നിലിറക്കി മാർച്ച് പോയി. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. എടാ, ഐശുവിനൊക്കെ ജോലി കിട്ടിയൊരു കമ്പനിയിലും അത് പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നതാ. നിന്റെ അമ്മൂമ്മേരം അത് പറയാൻ വേണ്ടിയായിരുന്നു. അയ്യോ, എൻ്റെ പകുതി ജീവൻ പോയി. എടാ, നീ തന്നെ പറഞ്ഞ് എല്ലാവരും അറിയിക്കുമല്ലോ. പിന്നെ ഒന്നിനാണ് നീ ഒളിച്ച് വെക്കുന്നേ? സോറി സമയമായിട്ടില്ല, പറയാം. അതൊന്നും പറഞ്ഞ് വെയിറ്റ്. ഐശുവിൻ്റെ ഫ്രണ്ടാണല്ലേ? എനിക്ക് മറന്നു പോയടാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഐശുവാണ് എനിക്ക് അറിഞ്ഞോടാ. എൻ്റെ പൊന്നി, ഇത്തന്നെ ജോലി കിട്ടില്ലടാ. ചിലവൊക്കെ വേണമെങ്കിൽ നീ ഒന്ന് പോണ്. ഞാൻ എന്തായാലും പോയി അവരെ കണ്ടിച്ചോട്ടെ. ഒരാളിങ്ങനെ അത് നിന്നു പാർട്ട്ണർ. ഞങ്ങളെ പൂ കണ്ടിട്ട് വരട്ടെ. പിന്നെ ലക്ഷം എല്ലാവരും പിടിച്ച് പഴുത്തരുത്. പട്ടിക്കുട്ടിയാണ് കുറച്ച് പന്നിയില്ല. എടാ, നീ പോവാണോ? എന്നാ പിന്നെ നമുക്ക് ഒരു ദിവസം കൂടെ എന്നുവെച്ചാൽ അയ്യടാ മോനെ നന്നായി ഈച്ചന് വല്ലാറ്റ് കുറുങ്ങാതെ പോടാ മാറി. എടാ അജു പോയി. എന്തോ അജു ഗതിയില്ല.
എന്നാ അന്തോനി എൻ്റെ മാവൊന്ന് പൂക്കുന്നേ. അത് കണ്ടിട്ട് ചാവാനെങ്കിൽ എനിക്ക് വിധിയുണ്ടോ എന്തോ. ആ ഇതാ സാറോ? ഗുഡ് മോർണിംഗ് സാർ. ഞാൻ സാറ് വന്ന സാധനം ഉണ്ടാക്കുക. ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. നല്ല മണമാണല്ലോ കിച്ചണിൽ നിന്ന് വരുന്നേ. തകർത്ത് ഉണ്ടാക്കുവാണല്ലോ. പിന്നില്ലാതിരിക്കും. ഞാനൊരു പുതിയ ഡിഷ് ട്രൈ ചെയ്തു. അപ്പം സാറിന് വേണ്ടിയത് തരാമെന്ന കരുതി. അത് വേണ്ട. ആഹാ നല്ല മണമുണ്ട്. വർക്ക് ചെയ്ത് തളർന്ന ഇഷ്യൂ. ഞാൻ തന്നൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പോയി കഴിക്കാൻ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആഹാ എന്തൊരു സമാധാനം എന്നറിയോ. ഇപ്പം നീ ഉണ്ടാക്കിയില്ലേ, എന്നതുപോലെ എന്തെങ്കിലും ഡിഷസൊക്കെ നീ ഉണ്ടാക്ക്. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം നീങ്ങിടുത്തേ. എല്ലാം അടിച്ചു പോണു. അത്രയ്ക്ക് നടുവേന. വെള്ളം. അമേ എന്താ സാർ? എന്താ? ഏയ് ഒന്നുമില്ല. കുറേ നേരം കൊണ്ട് നീ എന്നെ നോക്കുന്നില്ലേ? അതെന്താന്ന് ചോദിക്കാൻ വേണ്ടി വന്നേ. ഏയ് ഞാൻ വെറുതെ നോക്കിയതാ. സാറ് ഇരിക്കും. ഞാൻ ഇരിക്കാം. അതിന് മുന്നേ നീ ഉണ്ടാക്കിയതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ടിരിക്കാം. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞില്ല. കുറച്ചുകൂടെ. അയ്യോ എന്ത് സാറേ? എന്തടാ നീ ഇത് അയച്ചു വിറക്കുന്നേ? എനിക്കെന്നാ പേടിയുണ്ടോ? ചെറുതായിട്ട് എന്തിന്? അല്ല സാറിൻ്റെ തോക്കൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ തോക്കുണ്ട്. അതിന് നീ പേടിക്കുന്ന എന്തേനി? അല്ല സാറിനെ കൊല്ലിയൊന്നുമില്ലല്ലോ അല്ലേ? അല്ല ഞാൻ ചോദിച്ചേ. നീ നല്ലോണം ഡ്രാമയിൽ കാണൂലേടാ? ചെറുതായിട്ട് അതിൻ്റെ എഫക്റ്റ് കാണാനുണ്ട്. അതൊക്കെ ഞാൻ തന്നെ കൊല്ലുന്നേ. നിനക്കെന്ത് വയ്യേ? നീ ഉണ്ടെങ്കിൽ ഫുഡ് എടുക്കുക. അത് കഴിക്കാനാണ് ഞാൻ വന്നേ. എന്നെ വിട്ടാലേ എനിക്ക് എടുക്കാൻ പറ്റൂ. ഓ അങ്ങനെയാണല്ലേ. എന്താ സാറേ ടേസ്റ്റ്? അങ്ങനെയല്ല, നീ ഉണ്ടാക്കിയ ഫുഡ് ഫസ്റ്റ് നീ ടേസ്റ്റ്. കഴിക്കേശു പറക്ക്. ടേസ്റ്റ് ഉണ്ടാ? കൊള്ളാം. കൊള്ളാമോ? ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എന്ത്? ഒന്നുമില്ല. വിട്ടായിരിക്കും പ്ലീസ്. എന്നെ ചെയ്യല്ലേ. ചെയ്യാൻ പോണെങ്കിലേ ഉള്ളൂ. തുടങ്ങി. സോറി. സാർ അശു പ്ലീസ്. സാർ ഞാനിപ്പോൾ കിസ് ചെയ്തേ. അശു നീ എന്നോടൊന്നും ചോദിക്കില്ലേ? ഞാൻ പറയാം. ഇപ്പം ഒന്നും പറയാൻ പറ്റുന്ന അത് റിയലി എനിക്ക് ഒരു ടൈം കൊടുത്താ ഞാൻ പറയാം. പ്ലീസ് സ്റ്റോപ്പ് ചെയ്യല്ലേ പ്ലീസ്. അശു പ്ലീസ് നിൽക്കാം. ഓക്കെ എനിക്ക് നീ ഒരിടത്താ ഒറ്റടെ എന്നോട് ഇപ്പോൾ ഒന്നും ചോദിക്കരുത്. നിന്നെ കിസ് ചെയ്തത് നിന്നെ പിടിച്ച് പിടിക്കരുത്. ഒന്നും നീ എൻ്റെ അടുത്ത് ചോദിക്കരുത് പ്ലീസ്. ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്ന ഒറ്റടെയാണ്. പ്ലീസ് അയച്ചു എന്നിട്ട് പറയില്ലേ പ്ലീസ്. വയ്ക്കാൻ ഓ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നീ കണ്ടതുള്ളത് തന്നെയാണല്ലോ. വെറുതെ നുണയൊന്നും കെട്ടി ചമയ്ക്കണ്ട. എന്നെ അറിയാന്നുള്ളതാണല്ലോ നിനക്ക്. മാം സത്യമായിട്ട് ഞാൻ കണ്ടതാണ്. മാമിനോട് പറഞ്ഞതെന്നല്ലേ അവിടെയല്ല ഒന്ന് നോക്കാൻ. ഞാൻ കണ്ടതാണ് അവർ കേസ് അടിക്കുന്നത്. അതും ആ പുതിയതായിട്ട് വന്ന ഐഷു എന്ന് പറയുന്ന പയ്യനോട്ട്. ഓക്കെ അപ്പം അവന് ഇതൊക്കെയാണല്ലോ എൻ്റെ മനസ്സിൽ. ഓക്കെ നീ എന്തായാലും പൊക്കോ. ഈ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ ഈ കാര്യം ഞാനും നീയും അല്ലാതെ വേറെ ഒരു മനുഷ്യരും അറിയരുത്. അറിഞ്ഞ ഈ ക്രിസ്റ്റീനയുടെ തനി സ്വഭാവം നിനക്കറിയാം കേട്ടല്ലോ. പൊക്കോ നീ. നിനക്കുള്ള ക്യാഷൊക്കെ ഞാൻ എത്തിച്ചേക്കാം. ഇതാരോടും പറയരുത് കേട്ടല്ലോ.
ഇല്ല വാ, ഞാൻ ആരോടും പറയില്ല. ശരി. എസ്തർ, നീ നീ ഇനി എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചാലും എൻ്റെ അടുത്തുനിന്ന് മാറാൻ നീ വിചാരിക്കണ്ടടാ. അയച്ചു അവനെപ്പോൾ ഒരു കിളന്ത് പയ്യനാ. റെഡിയാക്കാർക്ക് നന്നായിട്ട് അറിയാം എനിക്ക്. അപ്പോൾ നീ നോക്കുന്നതിനൊന്നും എനിക്ക് ഭാഗ്യമില്ലടത്തറ. നിന്റെ തലയിൽ എഴുതിയേക്കണതും വരച്ചിരിക്കണതും നീ വരച്ചില്ലെങ്കിൽ വരപ്പിക്കാൻ പോണതൊക്കെയും ഞാനാ, ഈ ക്രിസ്റ്റീന്. സോ എന്തിനോട് വെറുതെ എന്നെ ദേഷ്യപ്പെടുന്നതിനെ. നീ വെയിറ്റ് ചെയ്തിരുന്നോ നിന്റെ ആയുഷു? അതൊക്കെ നാളെ അവിടെ നിൽക്കില്ല. ക്രിസ്റ്റീനെ അതാ പറയുന്നത്. അതൊക്കെ നാളെ പറയാൻ അവിടെ നിൽക്കത്തില്ല. എന്നാലും എന്തിനാണ് സാറിൻ്റെ കിസ് ചെയ്തേ? അല്ല, ഞാനെന്താ അയാൾ അങ്ങനെ പറഞ്ഞ പിന്നെ നിന്ന് കൊടുത്തേ? പക്ഷെ നിനക്ക് എന്ത് പറ്റിയ? അയ്യോ, എനിക്കത് ആലോചിക്കും ഞാൻ നേരം ബ്ലഷ് അടിക്കുന്നേ. അയ്യോ, അടിപൊളിയായിരുന്നാലും ആ ഫസ്റ്റ് കേസ് എന്തായാലും പാഴായി പോയില്ലല്ലോ. എൻ്റെ അമ്മോ, എന്താ ഇത് തള്ള? എന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ, ഈ മര്യാദയ്ക്ക് എവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ വന്ന് ബാക്കിൽ നിന്ന് വിളിക്കരുത്. പകത്ത് ജീവനാ പോകുന്നത്, എനിക്ക് അറ്റാക്ക് വരുന്നല്ലേ. നിങ്ങൾക്ക് എന്താ ഇപ്പം വേണ്ട ഇങ്ങോട്ട്? വിളിച്ചാണോ കുഴപ്പം? നിന്നെ ഫുഡ് കഴിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. രാവിലെ വന്നപ്പോഴേ ശ്രദ്ധിക്കുക. എന്താണൊരു ഇളക്കം? ഒറ്റയ്ക്ക് റൂമിൽ അടച്ചിരുന്ന് എന്തോ ആലോചിക്കുന്നു. ഫുഡ് കഴിക്കാൻ നേരത്തെ എന്തൊക്കെയാ ആലോചിക്കുന്നു. സ്വന്തമായിട്ട് ചിരിക്കുന്നു. എന്താടാ ഒരു ഇളക്കം? എന്ത് എല്ലാ സിനിമയെ പറഞ്ഞ പോലെ എനിക്കെന്ത് ഇളവിക്കൂടെ? നിങ്ങൾക്ക് എന്താമേ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട്? ഞാനെന്തളവാനാ? ഞാൻ ഈ ജോലിയൊക്കെ കിട്ടിയില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ 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 എടാ, ഞാൻ നിൻ്റെ അമ്മയാണ്. എന്നോട് നുണ പറയണ്ട നീ. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചടാ. ഓ, ആശ്വാസം. എന്നാ പിന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്തെല്ലാം അറിയണം? ചുമ്മാ എല്ലാ പെണ്ണുങ്ങളെന്ന് പറയണം. കുഞ്ഞായ്മയും കുശുമ്പ്. എന്തായാലും എൻ്റെ മോന് ജോലി കിട്ടില്ല. ഇനി എൻ്റെ കൊച്ചിൻ്റെ കഷ്ടപ്പാടൊക്കെ മാറാൻ നോക്കാം. ഇഷ്യൂ ഡെയിലി ജോലിക്ക് പോകണം. നീ ഇനി കിടന്ന് കഷ്ടപ്പെടണ്ട നോക്കാം. നീ അവിടെ ഇനി പോകണ്ട. ഇനി എല്ലാ പാർട്ട് ടൈം ജോബും കൂടെ ചെയ്ത് നീ നിൻ്റെ ശരീരം ഇല്ലാതാക്കണ്ട. എത്ര പറഞ്ഞാലും കേൾക്കുകയല്ല. നോക്ക്, ഇപ്പോൾ ഒരു ജോലി സെറ്റായിട്ടുണ്ട്. ഇനി അതിന് 3 പേരും കൂടെ അങ്ങ് പോയാൽ മതി. വേറെ ഒരു ഡിസ്കഷനും ഇവിടെ വേണ്ട, കേട്ടല്ലോ? ഡെയിലി അങ്ങ് പോവാ. അടുത്ത മാസമാണ്. ആ അമ്മ, ഞാൻ പൊക്കോളാം. അടുത്ത മാസം തൊട്ടല്ലേ. പിന്നെ പാർട്ട് ടൈം ജോബൊക്കെ അമ്മയ്ക്ക് അറിയാതെ നമ്മളെ പ്രശ്നമൊക്കെ പിന്നെ അതുകൂടെ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് എന്തായാലും വേണം. എല്ലാം പാർട്ട് ടൈം ഇല്ല, ഞാൻ ഇപ്പോൾ പോകുന്നിടത്ത് മാത്രം അവിടെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പണ്ടേ നീ ഒന്നും കേൾക്കത്തില്ല. അത് വിട്. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ്. അങ്ങനെ നടക്കട്ടെ. അമ്മ ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ നീ എന്തിനാടാ ഈ മുഖം വരാൻ? രാവിലെ വന്നപ്പോൾ ശ്രദ്ധിക്കുക. നിനക്ക് എന്ത് എന്തേലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്ക്. ഇങ്ങനെ ഒരു പേപ്പറിൽ നീ ഇങ്ങനെ എഴുതി തരാതാ. ഏതെങ്കിലും ചോദിക്കണ്ട ചോദിക്കടാ. അത് പിന്നെ അമ്മ, നമ്മൾ ഈ ബോയ്സും അതായത് ഒരു ഗേളിനോടല്ലാത്ത ഒരു ബോയോട് അട്രാക്ഷൻ തോന്നിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താടാ ഇപ്പം അങ്ങനെ ഒരു ടോക്ക്? ഓ, ഞാൻ ചോദിച്ചത് തിരിച്ച് ചോദിക്കാതെ അതിനുള്ള ഉത്തരം താഴ്ന്നേ. ഇപ്പോൾ ഒരു ഗേളിനോടല്ലാത്ത ഒരു ബോയിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നിയെങ്കിൽ അതിനെന്തെങ്കിലും തെറ്റുണ്ടാവുമ? അത് മോശമാണോ? അതോ അങ്ങനെ തോന്നിക്കൂടെ? എന്ത് അമ്മയുടെ അഭിപ്രായം എന്താ? എൻ്റെ ദൈവമേ, എൻ്റെ ഐശു, നീ ഇത്രയും ഇന്നസെൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എടാ, ഒരു ലവ് തോന്നുന്നതിന് ജെൻഡർ ഇല്ല എൻ്റെ കുഞ്ഞെ, മനസ്സിലായില്ലേ? ഒരു ബോയുടെ തോന്നിയാലും ഗേളിൻ്റെ കൂടെ തോന്നിയാലും ലൈക്ക് എനിക്കത് ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, ലവ് തോന്നുന്നതിന് ജെൻഡർ ഇല്ല. ആരെ വേണോ സ്നേഹിക്കാം, ആരെ വേണോ സ്നേഹിക്കാതിരിക്കാം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അവരുടെ ഐഡൻറ്റിറ്റിയാണ്. നിനക്കൊരു ബോയിനെയാണ് സ്നേഹിക്കാന്നുണ്ടെങ്കിൽ നീ സ്നേഹിക്കടാ. അതിനോട് ആരും തടസ്സമില്ല, കേട്ടോ? ഓ മൈ ഗോഡ്, എൻ്റെ മമ്മിയാണോ? എൻ്റെ അമ്മ നിങ്ങൾ ഇത്രയും പുരോഗിതയായെന്ന് സാധനം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ അമ്മ. നീ എനിക്കിട്ട് താങ്ങിയില്ല അതിൻ്റെ ഇടയിൽ കൂടെ. എടാ, എനിക്ക് ലോകവിവരമൊക്കെ ഉണ്ട്. നിന്നെ പോലെ എപ്പോഴും ഫോൺ കുത്തുകൊണ്ടിരിക്കല്ലേ. എന്താ എൻ്റെ പൊന്നു ഇപ്പം ചോദിച്ചേ? എന്താടാ, എനിക്ക് മരുമോനെ വരെ കൊണ്ടുവരുന്നുണ്ടോ നീ? അയ്യടാ, ആവശ്യത്തെ പൂതി ഇന്ന് പൊന്നുമോളെ മനസ്സിൽ വേണ്ട.
ഞാനതിങ്ങനെ ചോദിച്ചത്. എന്തോ എനിക്കതിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ചോദിക്കാൻ തോന്നി. മരുമോളെന്ന് ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. അതിൻ്റെ ഇടയിൽ ആ ഒരു ഡയലോഗ് നിൻ്റെ പൊന്നമ്മര് മനസ്സിൽ വേണ്ട, അതും മായ്ച്ച് കളഞ്ഞേട്ടോ. ആ ഉവ്വ ഉവ്വ ഉവ്വ. പിന്നെ അജുവിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. അതുപോലെ നിൻ്റെ അത് ഞാൻ പൊക്കിക്കോളാം. എന്തായാലും എൻ്റെ പൊന്നുമോൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ക്ഷീണിച്ച് നീ പൊക്കോ. ജോലിയും ചെയ്ത് ഇനിയെങ്കിലും നിന്നിട്ട് കിടന്ന് ഉറങ്ങും. ഓരോന്ന് ആലോചിച്ച് തല പുകയ്ക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടാ ചെറുക്ക. ഓ ശരി, ആദ്യം നിങ്ങൾ വിട്ടോളി. അപ്പോൾ അങ്ങനൊന്നും കുഴപ്പമില്ലല്ലേ? എന്ത് കുഴപ്പം? നീ ഓരോന്ന് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക ഐശു. അയ്യോ എനിക്ക് നാണം വരുന്നു. എന്നാലും ആ കിസ് എൻ്റെ ദേവിയേ കുഴപ്പമില്ലായിരുന്നു. ഷു യോ നീ എന്തൊക്കെ ആലോചിക്കുന്നത്? അതിൻ്റെ സോറാണ് ഐശു. നീ ഇങ്ങനെ ആലോചിക്കാൻ പാടില്ല. ഇതെന്തുവാ മെസ്സേജ്? ഓ ഇവന്മാരെ നിങ്ങൾ റീലാവല്ല അയച്ചേക്കണ എന്നെയാണോ? ആരും കാണാത്ത ഇതെന്താ? ഇവനിത് എന്തൊരു എന്താ എന്താ എന്താടാ എനിക്ക് എന്താടാ രാവിലെ ജിമ്മി കയറിയ? നീ എന്തിനാണ് ഈ പാത്രമൊക്കെ എടുത്തിട്ട് അടിക്കുന്നത്? നീ എന്തിനാണ് വന്ന് രാവിലെ നീ അറിയാം അടുക്കളയിൽ കയറുന്ന? നീ എന്തിനാണ് വന്ന് ജോലി ചെയ്യുന്നത്? എന്താടാ പ്രാന്തായ? എന്നാ രാത്രി കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം എന്താ പറ്റി? അരക്കൂടെ തേങ്ങ വീണാട്. നിനക്ക് മാക്കില്ലേ? ഇതല്ല ഞാനിപ്പോൾ എന്ത് പറയാനാണ്? അമ്മ പറഞ്ഞു തരും, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇതെന്തോ കൂടിയേനോ ആണ്. പിന്നല്ലാതെ ഞാൻ എന്തൊരു പറയാം? ഒരുമാതിരി വയ്യാത്തവരെ പോലെ ഇവർ പറയും പോലെ. ഇന്നലെ ഞാൻ കണ്ടപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്താടാ രാത്രി വല്ല പ്രേതം വന്ന് നിന്നെ കടിച്ച? അല്ല അറിയാൻ പറ്റൂല. എന്താ ഇഷ്യൂ? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് പറയാം കേട്ടാ. ആദ്യം നിങ്ങളെനിക്കൊന്ന് മനസ്സമാധാനം തന്നാലും. ഞാൻ ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ജോലി ചെയ്താണ് അമ്മയുടെ പ്രശ്നം. ശരി, എന്നാൽ ഞാൻ രാവിലെ ഒന്നും ജോലി ചെയ്യുന്നില്ല. പോരെ നിങ്ങൾക്കത്? ഇത് നല്ല കൂത്ത്. യവൻ രാവിലെ നീ എന്താ എടുത്ത് വെച്ച് ചെയ്ത് നിനക്ക് മൂട് പോയെന്നും പറഞ്ഞ നീ എന്നെ വണ്ടേ കയറുന്നുണ്ടടാ. നിന്റെയൊക്കെ ചെണ്ടയാ ഞാൻ തോന്നുമ്പോ കയറി ആക്കാൻ വന്നേക്കുവാ അങ്ങോട്ട്. നിനക്ക് എന്തോ അസുഖം ഉണ്ടായിശോ? പിന്നെ അല്ലാതെ എന്താ? നിന്നെ ഒന്നും കാണുന്നേ ഇല്ല. നീ എന്ത് പോകുന്നില്ലേ ജോലിക്ക്? അല്ല അവിടെ കെട്ടിയും പറക്കി ഓടുന്നതാണല്ലോ. സമയം എന്താ 10:30 കഴിഞ്ഞ്. എന്താടാ പോകുന്നില്ലേ? ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നില്ല. നിനക്ക് എന്താ എന്നെ ജോലിക്ക് പറഞ്ഞത്? അത്ര അത്യാവശ്യം ഞാൻ ഇന്ന് പോകുന്നില്ല. എന്തേ? അയ്യടാ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്ക് തള്ളമുണ്ട്. അവർക്ക് ഇതിൻ്റെ തൊട്ടും ഇഷ്ടമല്ല. ഇത് എൻ്റെ കൂടെ വീടാ. വാടക കൊടുക്കുമ്പോൾ ഞാനും കൂടെ. അപ്പം ഞാനും കൂടെ നിൽക്കും. ഇനി ഞാനിവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ആരും തുള്ളണ്ട. ഞാൻ പൊക്കോളാം. ഞാൻ ജോലിക്ക് പോകണമെന്ന് നിങ്ങൾക്ക് അത്യാവശ്യം. ശരി ഞാൻ പൊക്കോളാം. നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ. നീ എനിക്ക് പറഞ്ഞാടാ അസുരവിത്തെ വന്നേക്കുവാളെ. പിന്നെ വളർത്തി കെട്ടിയിട്ടാലും എനിക്കറിയാടാ. ഒരു അഹങ്കാരി അവൻ. തോന്നുക സ്വഭാവമാണ് അവന്. ചന്തി അടിച്ചു പൊട്ടി എനിക്ക് അറിയാത്തോണ്ടല്ല. നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇനി ഇവിടെ നിന്ന് അതിൻ്റെ ബാക്കി അമ്മ കേൾക്കേണ്ടി വരും. വരുന്നുണ്ടെങ്കിൽ വാ. ഞാൻ വരുന്നുണ്ട്. എനിക്ക് വേറെ ജോലിയുണ്ട്. വാ. ഇപ്പം വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നതുമില്ല. ഒരാവശ്യത്തിന് വിളിച്ച എവിടെയെങ്കിലും പോയി കിടക്കും. പോയ സ്ഥലത്ത് പോയിട്ടൊന്ന് ഇങ്ങോട്ട് വിളിക്കണോ? അങ്ങനെ ഒന്നുമില്ല അവന്. ഇങ്ങനെ ഓരോന്നിനാണ് ഇങ്ങനെ പറഞ്ഞു വിട്ട് എടുക്ക്. ഹലോ 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 പറയടാ. ഹലോ ഏത് കോപ്പിലാടാ നീ പോയി കിടക്കുന്ന? റേഞ്ചുമില്ല. നീ ചത്തോ? നിന്നെ പറഞ്ഞു വിട്ടിട്ട് നീ ചത്തോടാ. എത്ര നേരം നിന്നെ വിളിക്കണം? നിന്നെ എത്ര നേരം വിളിക്കണം ശിവ? എനിക്ക് വയ്യ നിന്നെ കൊണ്ട്. ഇവിടെ ഓരോ കാര്യം ടെൻഷൻ അടിച്ച് മനുഷ്യ ആസനത്തിൽ തീ പിടിച്ചാണ് നടക്കുന്നത്. അതിനിടയിൽ അവൻ വിളിച്ചാലും കൊടുക്കത്തില്ല. എന്തായാലും നീ പോയ കാര്യം വല്ല കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് പറ.
മാൻ്റെ ഒരു 1.5 വർഷം പറയാൻ നടക്കുവോ, അവ അതിൻ്റെ ടക്കറ ഉണ്ടാക്കുവോ? നീ എന്തിനാടാ പുന്നാര മോനെ ചിരിക്കുന്നു? നിൻ്റെ അറിയും ദേ ശിവ, എൻ്റെ ഭാര്യയൊക്കെ നല്ല മൂഡിലാണ് ഞാൻ രാവിലെ നിൽക്കുന്നത്. എൻ്റെ പൊന്ന് മോനെ, എടാ ഇവിടെ റേഞ്ചില്ല, നിനക്കറിയാമല്ലോ. നീ ഏതെങ്കിലും പട്ടിക്കാട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടിട്ട് ഞാൻ വരുന്നുണ്ട്, ഞാൻ വന്നിട്ട് ബാക്കിയെല്ലാം പറയാം. എടാ നീ പറ, കിട്ടിയോ ഇല്ലയോ, വന്നിട്ട് പറയുന്നത് എന്തിനാടാ? എടാ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അവിടെ വെച്ച് പറഞ്ഞവിടെ ഒന്നും റേഞ്ചില്ല. എനിക്ക് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നിൻ്റെ അടുത്ത് എല്ലാം വിശദമായിട്ട് തന്നെ പറയാം, പോരെ? ഓക്കെ എന്നാൽ പെട്ടെന്ന് വാ. ഇവിടെ എനിക്ക് തലപ്രാന്തെടുത്ത് നിൽക്കുക, ഞാൻ ഇവിടെ തീടെ മണ്ടേരെ നിൽക്കുന്നത്. അവന്മാരെ പാട്ടിന് പോയിരിക്കുക. അവന്മാർ പോയില്ല, ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. ഞാൻ വരാം. നീ വെയിറ്റ് ചെയ്തിരിക്കുക. അവന്മാരോടെ പോയാ? അവന്മാർ ബിസിനസ് ആവശ്യമായിട്ട് പോയേക്കോ. എങ്ങോട്ടോ എനിക്ക് അറിഞ്ഞൂടാ, എങ്ങോട്ടാ പോയിരിക്കുക. എടാ നിൻ്റെ കമ്പനിയില്ലേ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നതാണ്. എനിക്കിവിടെ നീ പെട്ടെന്ന് വാ, വന്നിട്ട് ആ കാര്യമൊക്കെ പറ. ഞാൻ വരുന്നുണ്ട്. ശരി നീ കേട്ടേക്ക്. എൻ്റെ ദൈവമേ, ഇനി അവന് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അതായിരിക്കും. അപ്പോൾ പൈസ എനിക്ക് തലപ്രാൻ തിരക്കുന്നു.